എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ജില്ലാതല ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. 11 മണിക്ക് തന്നെ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും വളരെയധികം പ്രോഗ്രാംസ് ഇന്ന് ജില്ലാതല ഉദ്യോഗസ്ഥന്മാർക്ക് ഉള്ളതുകൊണ്ട് സമയങ്ങൾ ക്ലാഷ് ചെയ്തു. പ്രോഗ്രാംസിന്റെ സമയങ്ങൾ തമ്മിൽ ക്ലാഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഇതിൽ പങ്കെടുക്കേണ്ട വ്യക്തികൾ വരുന്നതിന് താമസമുണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഇത് സംബന്ധിച്ച് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം സംബന്ധിച്ചിട്ടുള്ള യോഗം അവിടെ നടക്കുമ്പോൾ ഈ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനത്തോടൊപ്പം തന്നെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന വളരെയധികം നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് പ്രതിനിധികൾ അവിടെ എത്തിയിരുന്നു. ഞാൻ ഈ ജില്ലയിലെ എയ്ഡ്സ് നിയന്ത്രണ പരിപാടിയുടെ മധ്യത്തിൽ നിൽക്കുന്ന ഒരാളാണ്. നമ്മൾ ചർച്ച ചെയ്ത് സംസാരിച്ച് വിട്ട സ്ത്രീ ലൈംഗിക തൊഴിലാളികളുടെയും പുരുഷ സ്വവർഗരതിക്കാരുടെയും ഇടയിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പദ്ധതിയുടെ ഒരു ടീം ലീഡറാണ് ഞാൻ. നമ്മുടെ ജില്ലയിൽ ഏതാണ്ട് 2100ഓളം സ്ത്രീ ലൈംഗിക തൊഴിലാളികളുണ്ട്. ഏതാണ്ട് 1300ഓളം സ്വവർഗരതിക്കാരായിട്ടുള്ള പുരുഷന്മാരുമുണ്ട്. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന കണക്കുകൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാവാം. നമ്മുടെ പ്രവർത്തനം നടക്കുന്നത് കോട്ടയം മുനിസിപ്പാലിറ്റി, ഏറ്റുമാനൂർ പഞ്ചായത്ത്, ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി, പാലാ മുനിസിപ്പാലിറ്റി, വൈക്കം മുനിസിപ്പാലിറ്റി, മുണ്ടക്കയം പഞ്ചായത്ത്, ഇത്രയും സ്ഥലങ്ങളെ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ പ്രവർത്തനങ്ങളിൽ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ഇത്തരത്തിൽപ്പെട്ട ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ രംഗത്ത് നമുക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു 60ഓളം സ്റ്റാഫ് നമുക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവര് നമ്മുടെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ആ സമയത്തും അല്ലാത്ത മറ്റു സമയങ്ങളിലും ഇത്തരത്തിൽപ്പെട്ട ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി അവരെ ആദ്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് അതിനുശേഷം നമ്മുടെ ഓഫീസുമായിട്ട് അവരെ ബന്ധപ്പെടുത്തി പിന്നീട് നമ്മുടെ ഹെൽത്ത് സിസ്റ്റവുമായിട്ട് പ്രധാനമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലുകൾ, അതുപോലെ HIV ടെസ്റ്റ് നടത്തുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളുമായിട്ട് നമ്മൾ ഇവരെ ബന്ധപ്പെടുത്തി ഇവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളും HIV എയ്ഡ്സിനെ പറ്റി ഉള്ള അറിവും ഇവർക്ക് നൽകുന്ന ഒരു പരിപാടിയാണ് നടത്തുന്നത്. ഈ പരിപാടി അറിയപ്പെടുന്നത് സുരക്ഷാ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ എയ്ഡ്സ് നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഈ സുരക്ഷാ പദ്ധതി. ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എയ്ഡ്സിനെ പറ്റിയുള്ള അറിവ് എല്ലാവരും അറിഞ്ഞിരിക്കണം. പക്ഷേ ഏറ്റവും അധികമായിട്ട് എയ്ഡ്സ് വരാൻ സാധ്യതയുള്ള 3 വിഭാഗം ആളുകളുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഈ സ്ത്രീ ലൈംഗിക തൊഴിലാളികളാണ്. രണ്ടാമത്തെ വിഭാഗം പുരുഷ സ്വവർഗരതിക്കാർ. മൂന്നാമത്തെ വിഭാഗം മയക്കുമരുന്ന് കുത്തിവെക്കുന്നവരാണ്. ഭാഗ്യത്തിന് ഈ മൂന്നാമത്തെ വിഭാഗം നമ്മുടെ ജില്ലയിൽ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ കണക്ക്. ഈ 2 വിഭാഗങ്ങളും വളരെ ശക്തമായിട്ട് വളരെ കൂടുതലായി നമ്മുടെ ജില്ലയിലുണ്ട്. നമ്മുടെ സമീപനം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു സാമൂഹ്യ പ്രവർത്തന പരിപാടി ഒരിക്കലും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ പങ്കാളിത്ത പദ്ധതികളാണ് നടക്കുന്നത്. ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ആളുകളെയും കൂടെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവരുടെയും കൂടെ വിശ്വാസം ആർജിച്ചുള്ള ഒരു പ്രവർത്തനമേ ഉള്ളൂ നമുക്ക് നടത്താൻ സാധിക്കുള്ളൂ. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം എന്നുള്ള നിലയിലാണ് നമ്മൾ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഈ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ,
ഈ രംഗത്ത് പ്രവർത്തിക്കേണ്ടത് വാസ്തവത്തിൽ ആരോഗ്യ വകുപ്പിനേക്കാൾ കൂടുതൽ തദ്ദേശ സ്വയംഭരണ വകുപ്പും സാമൂഹ്യക്ഷേമ വകുപ്പുമാണ്. ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ലൈംഗിക തൊഴിലാളി സ്ത്രീകളിൽ ഭൂരിഭാഗം ആളുകൾക്കും തെരഞ്ഞെടുപ്പ് ID കാർഡില്ല. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഭൂരിഭാഗം ആർക്കും തെരഞ്ഞെടുപ്പ് ID കാർഡില്ല, റേഷൻ കാർഡില്ല. നമ്മുടെ അടിസ്ഥാന പൗരാവകാശ രേഖകൾ ഒന്നും തന്നെ അവർക്കില്ല. അവര് വീട് വിട്ടിറങ്ങിയിരിക്കുന്നു, സ്വന്തമായി താമസ സ്ഥലമില്ല, ബന്ധങ്ങളില്ല. അങ്ങനെ ഒരു പ്രത്യേക, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രത്യേക ഒരു വിഭാഗം ആളുകളായി നമ്മുടെ സമൂഹത്തിൽ ഒളിഞ്ഞിരുന്ന് ഇവരും ജീവിക്കുകയാണ്. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിനകത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ, ഇതിനകത്തോട്ട് ഇവരുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഇവരുടെ പ്രശ്നങ്ങളെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, വാസ്തവത്തിൽ നമ്മുടെ വികസന പരിപാടികളിൽ ഇവർ എന്തുമാത്രം പുറത്തു പോയിരിക്കുന്നു, പുറന്തള്ളപ്പെട്ടിരിക്കുന്നു. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ കുടുംബശ്രീയിൽ നിന്ന് അംഗമാകണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വീടുണ്ടായിരിക്കണം, ഇലക്ഷൻ ID കാർഡ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു സ്ഥലത്തൊരു ഒരു വീടുണ്ട്, അവിടെ ഒരു സ്റ്റാൻഡേർഡ് ബന്ധമുണ്ടെങ്കിൽ മാത്രം, ഒരു പഞ്ചായത്തുമായി ബന്ധമുണ്ടെങ്കിൽ കുടുംബശ്രീയിൽ അംഗമാകാൻ പറ്റുള്ളൂ. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബന്ധങ്ങളില്ല, ഒരു അടിസ്ഥാന രേഖകളില്ല, അങ്ങനെ അവർ കുടുംബശ്രീയിൽ അംഗങ്ങളല്ല. അപ്പൊ ആ നിലയിൽ നമ്മൾ അവിടെ തുടങ്ങേണ്ട ഒരു പ്രധാന പ്രശ്നമാണ് എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അല്ലാതെ അവരെ കണ്ടെത്തി HIV പരിശോധന നടത്തി ലൈംഗിക രോഗങ്ങൾക്ക് ചികിത്സ കൊടുത്ത് അതൊക്കെയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞു. ഇവരിൽ നമ്മുടെ അറിവനുസരിച്ച് ഏതാണ്ട് 5ഓളം ആളുകൾക്ക് മാത്രമേ ഉള്ളൂ HIV പോസിറ്റീവ് ആയിട്ടുള്ളൂ. 5 ലൈംഗിക തൊഴിലാളി സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ HIV പോസിറ്റീവ് ആയിട്ടുള്ളൂ. അതിൽ 5 പേരും ലൈംഗിക തൊഴിൽ ചെയ്യുന്നില്ല കോട്ടയം ജില്ലയിൽ. പക്ഷെ അത് വലിയൊരു ഭാഗ്യമാണ്. ലോകാരോഗ്യ സംഘടന പറയുന്നത് ഈ ഒരു സ്ഥലത്തെ ലൈംഗിക തൊഴിലാളി സ്ത്രീകളിലും പുരുഷ സ്വർഗരതിക്കാരിലും 5% ആളുകൾക്ക് ഈ രോഗം ഉണ്ടെങ്കിൽ ഇത് കൈവിട്ടു പോയി എന്നാണ് പറഞ്ഞത്. ഇത് പൊതുസമൂഹത്തിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പെട്ടെന്ന് പൊതുസമൂഹത്തിലേക്ക് വ്യാപിക്കും. അങ്ങനെ ഇത് 5% താഴെയായിട്ട് നിലനിർത്താൻ കേരളത്തിന് കഴിയുന്നുണ്ട്. കേരളത്തിൽ ആകെയുള്ളത് 25,000 പേർക്കേ ഉള്ളൂ HIV ഉള്ളൂ. അതിൽ തന്നെ ഇത്തരത്തിൽപ്പെട്ട ആളുകൾക്ക് വളരെ കുറവാണ്. വളരെ 0.3% ആളുകൾക്കേ ഉള്ളെന്നുള്ളതാണ്. കേരളം മൊത്തത്തിൽ 0.3% ആളുകൾക്കേ ഈ അസുഖമുള്ളൂ. വസ്തുത്തിൽ ഇതൊക്കെ നമ്മുടെ ഒരു നേട്ടമാണ്. തീർച്ചയായിട്ടും വലിയൊരു നേട്ടമാണ്. നമ്മുടെ ലിറ്ററസിയുടെയും സാക്ഷരതയുടെയും ഒക്കെ ഒരു വലിയ നേട്ടമാണ്. പക്ഷേ ഈ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള സ്ത്രീകളിൽ അല്ലെ പുരുഷ സ്വവർഗരതിക്കാരിൽ ഭൂരിഭാഗം ആളുകൾക്കും അവർ നിരക്ഷരരാണ്. അവർക്ക് നമ്മളീ പറയുന്ന അടിസ്ഥാന വികസന സൂചികകളിൽ ഇവർ വരാതെ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ ഇതിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ കൂടെ മാത്രമേ ഉള്ളൂ ഇവരെ നമുക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ നമുക്ക് സമൂഹത്തിൽ പുനരധിവസിപ്പിക്കുന്നതിന് സാധിക്കുകയുള്ളൂ. ഇതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട്. നമ്മുടെ സംസ്കാരം ഇവരെ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഒരു സ്ത്രീ താമസിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരുമായ ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് തോന്നിയാൽ അത് ന്യായമാണെന്ന് തോന്നും. പക്ഷെ ഇവരെ സംബന്ധിച്ച് സാധിക്കുന്നില്ല. അപ്പൊ ഞാൻ ഈ എയ്ഡ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തുന്ന നമ്മുടെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ഇതാണ്: ലീഡ്, എംപവർ, ഡെലിവർ. 3 കാര്യങ്ങളാണ് പറയുന്നത്. നേതൃത്വം വഹിക്കുക, ശാക്തീകരിക്കുക, സമർപ്പിക്കുക. നേതൃത്വം വഹിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ശാക്തീകരിക്കപ്പെടേണ്ടത് ഇത്തരത്തിൽപ്പെട്ട നമ്മൾ കാണാതെ പോയ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹങ്ങളെയാണ് നമ്മൾ ശാക്തീകരിക്കപ്പെടേണ്ടത്. അതുപോലെ തന്നെ HIV പോസിറ്റീവായി പോയ പൊതുസമൂഹത്തിൽപ്പെട്ട ആളുകൾ സമർപ്പിക്കുക. സമൂഹത്തിന് ഈ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ എയ്ഡ്സ് രഹിത സമൂഹമായിട്ട് ഒരു പുതിയ സമൂഹത്തെ നമ്മൾ സമർപ്പിക്കുക. അപ്പോൾ ഞാൻ ഈ നമ്മുടെ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട കീ പേഴ്സൺസ് ആയിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഞാൻ അവരുടെ മുന്നിൽ ഈ ഒരു കാര്യം മാത്രം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ.